So hi guys, welcome back to a very new video. And yes, I know after 1 month I'm taking a video. ആഫ്റ്റർ 1 month അല്ല, കുറച്ചധികം കാലമായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ കുറേ പേരിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. കുറേ പേര് മീൻസ് കുറച്ചധികം എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്നെ തിരക്കുന്നുണ്ട്. ആൻഡ് 1 month ശേഷം കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ന്യൂ ലൈഫ്, ഒരു ന്യൂ കോഴ്സൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആൻഡ് ഞാനിപ്പോൾ മെസ്സിലാണ് ഇരിക്കുന്നത്, ഹോസ്റ്റലിൻ്റെ മെസ്സിലാണ് ഇരിക്കുന്നത്. ആൻഡ് സൗണ്ട്സൊക്കെ ഉണ്ടാകും. സോ ഫോർഗിവ് മീ ഫോർ ദാറ്റ്. ഓക്കെ. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ ആം ഹന്ന, ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഉസ്ബെക്കിസ്ഥാൻ. അതെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു റിപ്പീറ്ററായിരുന്നു. ഐ വാസ് ഇൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാല. സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. സോ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ പെർഫെക്ഷൻ നോക്കി നിന്നിട്ടും കാര്യമില്ല, എനിക്കൊന്നും പോസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. സോ ക്ലിയർലി പറയുകയാണെങ്കിൽ October 27 ഞാനിവിടെ വന്നത്, ഉസ്ബെക്കിസ്ഥാനിൽ വന്നത്. ആൻഡ് ഒട്ടും വിചാരിച്ചതല്ല ഒരു അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യം. ബട്ട് എങ്ങനെയൊക്കെയോ ലാസ്റ്റ് പടച്ചോൻ്റെ വിധി എന്നൊക്കെ പറയാം, ലാസ്റ്റ് ഇവിടെ എത്തി. ഞാൻ ആഗ്രഹിച്ച പോലുള്ള ഒരു MBBS ലൈഫാണോയെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ 1 month ആയിട്ടേ ഉള്ളൂ. സോ ഇനിയും കുറേ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അഡാപ്റ്റ് ആവാനുണ്ട്. ആൻഡ് ഐ ആം ഡൂയിങ് ദാറ്റ്. അല്ലെങ്കിൽ ഞാനത് ആ ഒരു പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രഗിൾസ് ഉണ്ട്, ഓഫ് കോഴ്സ് നല്ല സ്ട്രഗിൾസ് ഉണ്ട്. വേറൊരു കൺട്രിയാണ്, വേറെ കൾച്ചറാണ്, ഫുഡ്, എല്ലാ കാര്യങ്ങളിലും സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നല്ലോ. ആൻഡ് എൻ്റെ ഒരു ഡ്രീം കോഴ്സിൽ ഞാൻ പഠിക്കുന്നതിൽ ഇത് ആക്ച്വലി പോസിബിളാക്കി തന്ന എൻ്റെ പേരൻസിന് തന്നെ മില്യൺ താങ്ക്സ്. കുറച്ചധികം പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് പിന്നെ കുറേ ഞാനിങ്ങനെ വിചാരിക്കും വീഡിയോ എടുക്കണം, ബട്ട് അതിനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. സോ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു October 27 ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ വന്നു. ആൻഡ് October 28, 29 ആ ടൈമിൽ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. വളരെ ഫാസ്റ്റായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു ഈ ഒരു ജേർണി. സോ ഇപ്പോഴും ഞാൻ ഫസ്റ്റ് ഇയർ കയറി എന്നതിൽ ഭയങ്കരമായിട്ടും ചില ടൈമിലൊക്കെ കളിക്കും ഭയങ്കര പെട്ടെന്നായിരുന്നു. സോ ആരോടും ഒന്നും വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ആരോടൊന്നും പറയാനൊന്നും പറ്റിയിട്ടില്ല. സോ ഇവിടെ വന്നിട്ടും ആദ്യം ഒരു പുതിയ കൺട്രിയിൽ വരുന്ന സ്ട്രഗിൾസ് എന്തായാലും എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടെമ്പററി ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അത് പെർമനൻ്റ് ആവണം. ആൻഡ് അതുവരെയും അത് കഴിഞ്ഞും ഒരു കുറച്ച് നാൾ, ഒരു 6 months അല്ലെങ്കിൽ പോട്ടെ ഒരു 2 months ഒക്കെ ഒന്ന് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും എന്നെല്ലാവരും പറയലുണ്ടല്ലോ. അപ്പോൾ അതേപോലെ എനിക്കും ടൈം വേണമായിരുന്നു. ആൻഡ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം പെട്ടെന്ന് എൻ്റെ മനസ്സിലൊക്കെ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് അങ്ങനെ എടുക്കുകയാണ്. സോ കുറച്ച് പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. ആൻഡ് എൻ്റെ വിഷൊക്കെ നൽകി. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ വന്നപ്പോഴും എന്നെ കുറച്ച് പേരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഇടുന്നത് അല്ലേന്ന് ചോദിക്കുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. ബിക്കോസ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ലായിരുന്നു ഇങ്ങനൊരു യൂട്യൂബിൻ്റെ കാര്യമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് അധികം പേരൊക്കെ കുറച്ചധികം എന്ന് വെച്ചാൽ വളരെ കുറച്ചിട്ടോ, കമ്പയറിങ് ടു ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എനിക്കൊന്നും ഇല്ലയെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. ബട്ട് സ്റ്റിൽ ആ ഉള്ളൊരു 1000 ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഈസ് സോ പ്രഷ്യസ് ഫോർ മീ. ഓക്കെ. സോ ഇവിടെ വന്നു. ആൻഡ് ഇപ്പോൾ ഇങ്ങനെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നു. ക്ലാസ്സസൊക്കെ ഉണ്ട്, പഠിത്തം, വൈവാസ്, പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അൽഹംദുലില്ലാ. ഇങ്ങനെ പയ്യെ എല്ലാ കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നാട് മിസ്സ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നാട് ഓഫ് കോഴ്സ് ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡാണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത്. ഫുഡ് ഇവിടെ കഴിക്കാം, പുറത്തൊക്കെ പോയി കഴിക്കാം. പിന്നെ ഹോസ്റ്റൽ ഫുഡ് ഇറ്റ്സ് ഓക്കെ എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ സ്റ്റഡീസൊക്കെ കുഴപ്പമില്ല. വൈവ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് വൈവ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നമ്മളിരുന്ന് പഠിച്ചോളും. പിന്നെ ഇപ്പോൾ നീറ്റ് എക്സാമൊക്കെ അടുത്ത് വരാൻ പോവുകയാണ്. ഇപ്പോൾ ഡിസംബർ ഹാഫൊക്കെ ആവാറായി. ഇന്ന് December 10th. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വിത്തിൻ ഒരു 4 months നമുക്ക് പറയാൻ പറ്റും നീറ്റ് ഉണ്ടാവും. സോ എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം, ഉഴപ്പരുത്. ഇനിയുള്ള ടൈമൊന്നും ഉഴപ്പാനേ പാടില്ല. റിവിഷൻ വേണം, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യണം. പിന്നെ എന്താ പറയാനുള്ളത്,
ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം വൈറ്റ് കോട്ട് സെറമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇതിനകത്ത് ചെയ്യാൻ നിന്നാൽ കുറേ ടൈമാവും, അല്ലെങ്കിൽ കുറേ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും. സോ വേറൊരു വീഡിയോയിൽ തന്നെ ചെയ്യാം. പിന്നെ അൽഹംദുലില്ലാ ഞാൻ ആഗ്രഹിച്ച കോഴ്സായിരുന്നു MBBS. ബിക്കോസ് വീഡിയോസൊക്കെ ആണെങ്കിൽ എടുക്കാമായിരുന്നു. ബട്ട് എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. സോ താല്പര്യമുള്ളത് തന്നെ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് അത് നേടിത്തന്ന പാരൻസിന് തന്നെ മില്യൺ താങ്ക്സ്. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട കോഴ്സ് അവരിലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നല്ലോ. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ പേരൻസിനൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നും വിളിക്കും, സംസാരിക്കും, അതുകൊണ്ടൊരാശ്വാസമുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു റീൽസും ഷോർട്സൊക്കെ ഇടലുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഒരു ലോങ് വീഡിയോ വേണം. കാരണം ഞാൻ എല്ലാ വീഡിയോസിലും പറയായിരുന്നു ഞാൻ പറയാം, എന്തെങ്കിലും ആകുമ്പോൾ പറയാം. ബട്ട് അങ്ങനെ ആകുമ്പോൾ പറയാനുള്ളൊരു ടൈം പോലും കിട്ടിയില്ലായിരുന്നു. ആക്ച്വലി തേഴ്സ്ഡേ നൈറ്റ് നമുക്ക് വിസയൊക്കെ റെഡിയായി മൺഡേ മോർണിംഗ് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് മൺഡേ മോർണിംഗ് തന്നെ ഫ്ലൈറ്റ് ഉണ്ടാകും. അപ്പം ഞാൻ കൊല്ലമാണല്ലോ, അപ്പോൾ കൊല്ലത്തുനിന്ന് കണ്ണൂർ വരെ പോകണമായിരുന്നു. അപ്പോൾ സൺഡേ രാവിലെ തന്നെ ഇറങ്ങി. അങ്ങനെ ട്രെയിനിൽ കണ്ണൂരെത്തി. ആൻഡ് അവിടെ ഒരു റൂം എടുത്തു. ആൻഡ് പിറ്റേന്ന് കാരണം സ്യൂട്ട് കേസ് മുതൽ മേടിക്കാനുണ്ടായിരുന്നു സീരിയസ്ലി. കാരണം ഒന്നും ഒട്ടും പ്രിപ്പയർഡും അല്ലായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വരണം എന്ന് പറഞ്ഞു, ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം സ്യൂട്ട് കേസ് മുതൽ എല്ലാം 2 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ലോണിനൊക്കെ അപ്ലൈ ചെയ്തു. എല്ലാ കാര്യങ്ങളും 2 ദിവസം കൊണ്ട് നമ്മൾ ചെയ്തതാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഫ്ലൈറ്റ് കയറി. യാത്രയൊക്കെ സുഖമായിരുന്നു, കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. വന്നു. വിത്തിൻ 1 to 2 days എൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ ഒന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ നമുക്ക് കുറച്ച് മുമ്പ് വന്ന ഫസ്റ്റ് സെമസ്റ്റേഴ്സ് സ്റ്റുഡൻസ് നമുക്ക് യൂണിവേഴ്സിറ്റീസൊക്കെ കാണിച്ച് എല്ലാം പഠിപ്പിച്ചൊക്കെ തന്നു. പിന്നെ ലൊക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാം പഠിച്ചു. ആൻഡ് ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും എല്ലായിടത്തും പോകാനറിയാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വിളിക്കുമ്പോൾ എപ്പോഴും പറയും, കാരണം കാരണം എനിക്ക് വേറെ സിബ്ലിങ്സ് ഒന്നുമില്ല. അപ്പം ഞാൻ സിംഗിൾ ചൈൽഡാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം ഒറ്റയ്ക്ക് നോക്കാനും ഒറ്റയ്ക്ക് പഠിക്കാനുള്ളൊരു ഇതൊക്കെ ആയി. കാരണം വേറൊരു കൺട്രിയിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് പഠിക്കാൻ നമ്മൾ എന്തായാലും പഠിക്കും. ഭയങ്കരമായിട്ടും എന്ന് വെച്ചാൽ ഡിപ്പെൻഡ് ആയിട്ടുള്ളൊരു ഞാൻ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ച് വരുന്നു. ടോട്ടലി ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഐ ട്രൈ മൈ ബെസ്റ്റ്. ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അത്രയും കറേജ് ഉള്ളവർക്ക് മാത്രമേ ഇവിടെ സർവൈവ് ചെയ്ത് പോകാനും പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് എന്തായാലും ക്ലാസ്സസൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇനി നാളെ ഇനിയിപ്പോൾ അനാട്ടമിയാണ്. ഇവിടുത്തെ ക്ലാസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ ചിലപ്പം 8 o'clock മുതൽ ആഫ്റ്റർനൂൺ വരെ കാണും. ചിലപ്പോൾ 11 o'clock മുതൽ 6 o'clock വരെയൊക്കെ ഉണ്ടാകും. പിന്നെ PT ക്ലാസ് ഉണ്ടാകും. അങ്ങനെ കുറച്ചധികം ക്ലാസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയറിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലല്ല. ഇപ്പോൾ ഫസ്റ്റ് ഇയറിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ പോലല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അനാട്ടമി ഉണ്ട്, പീഡിയാട്രിക് സർജറി ഉണ്ട്. അത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ക്ലാസ് നടക്കുന്നത്. അതിന് വൈബയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ ലാംഗ്വേജസ് ഉണ്ട്. ഫോറിൻ ലാംഗ്വേജ്, ലാറ്റിൻ ലാംഗ്വേജ്, ഉസ്ബെക്ക് ലാംഗ്വേജ്, റഷ്യൻ ലാംഗ്വേജ്, പിന്നെ ലാറ്റിൻ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ലാംഗ്വേജസ് ഉണ്ട്. പിന്നെ PT എന്ന് പറയുന്നൊരു എക്സ്ട്രാ ഒരു PT ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ PT തന്നെ, അത് തന്നെ ആസാനുണ്ട്. അതിനൊക്കെ മാർക്കുണ്ട്. ഇവിടെ മെസ്സിലായതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ടൊക്കെ കാണും. സോ അതിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ സബ്ജക്ട്സ് വരുന്നത്. ഇനി ഇതിപ്പം ആദ്യത്തെ 6 months ഇപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാമാണ് January 14th 12th തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫിസിയോളജി, ഹിസ്റ്റോളജി എന്നൊക്കെ പറഞ്ഞിട്ട് സബ്ജക്ട്സ്, നമ്മുടെ മെയിൻ സബ്ജക്ട്സ് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം കറൻ്റ്ലി എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാനൊരു FMG ആയി. ആൻഡ് അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മാക്സിമം പറ്റുന്നതൊക്കെ നോക്കുന്നുണ്ട്. അത് ഫസ്റ്റ് തന്നെ FMG ക്രാക്ക് ചെയ്യണം. പിന്നെ ഇവിടെ പ്രൊഫസേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സീരിയസ്ലി നമുക്ക് അനാട്ടമിക്ക് ഞങ്ങൾക്കിപ്പം മലയാളി സാറാണുള്ളത്. എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ FMG ക്ലിയർ ചെയ്ത് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ സാറുമാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ HOD പാകിസ്ഥാനി സാറാണ്, പുള്ളിക്കാരൻ ഇംഗ്ലീഷിലാണ്. അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന അവരുടെ ഒരു സ്ലാങ് ഉണ്ടല്ലോ, അത് മനസ്സിലാവുമെന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് മെയിൻ സബ്ജക്ട്സ് ഒക്കെ നാട്ടിൽ ഇന്ത്യൻ സേഴ്സാണ്. അപ്പോൾ നമുക്ക് മെഡിസിനൽ കെമിസ്ട്രി ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ അല്ലാണ്ട് 3 സബ്ജക്ട്സും കൂടി വരുന്നുണ്ട്. മെഡിസിനൽ ഫിസിക്സ്,
മെഡിസിനൽ കെമിസ്ട്രി ആൻഡ് മെഡിസിനൽ ബയോളജി, മെഡ് ബയോ, മെഡ് ഫി, മെഡ് കെം എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് മെഡ് കെമിസ്ട്രി എടുക്കുന്നത് ഒരു ബിഹാരി സാറാണ്, മലക് സാർ. പുള്ളിക്കാരൻ നല്ല സപ്പോർട്ടാണ് ആൻഡ് ഹീ ഈസ് നൗ പ്രിപ്പയറിംഗ് ഫോർ PG എക്സാം 2. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനാട്ടമിയുടെ HOD ഖലീം സാറാണ് ആൻഡ് ഹീസ് എ പാകിസ്ഥാനി. പിന്നെ ഞങ്ങളുടെ ബാച്ചിന് വരുന്നത് വിപിൻ സാറാണ്, ഹീസ് എ മലയാളി. സോ അതുകൊണ്ട് തന്നെ അനാട്ടമിയൊക്കെ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഖലീം സാറിൻ്റെ യൂട്യൂബ് വീഡിയോസും ഇട്ട് തരുന്നുണ്ട്. പഠിക്കാനാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും, കൂടുതൽ ടൈം കിട്ടും പഠിക്കാനായിട്ട്. പിന്നെ കുറേ വർക്ക്സ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് വർക്ക്സ് കാര്യങ്ങൾ, അങ്ങനെയായിട്ട് കുറേ എഴുതാനും, അതിപ്പോൾ എല്ലാ കോളേജസിലും കാണും എഴുതാനും കാര്യങ്ങളൊക്കെ, അസൈൻമെൻറ്റ്സ്, പ്രസൻറ്റേഷൻ, അങ്ങനെയൊക്കെ കുറേ, അതൊക്കെയാണ് ഒരു അക്കാഡമിക് സൈഡ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ്. ഇനിയും കൂടുതൽ കാര്യങ്ങളുണ്ട്, ഇനി വരും വീഡിയോസിൽ ഓഫ് കോഴ്സ് ഞാൻ അതൊക്കെ പറയാം. ഇനി പെർമനൻറ്റ് ഹോസ്റ്റലിലോട്ട് മാറ്റാൻ ഒരു 1 month ഒക്കെ ഏകദേശം എടുക്കും എന്നാണ് പറയുന്നത്. സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ സോറി, ബിക്കോസ് ഞാൻ മെസ്സിലാണുള്ളത്. ആൻഡ് ഇപ്പം മെസ് ടൈം അല്ല, നമുക്ക് ഇവിടെ ഫുഡ് വരുന്നത് 3 ടൈമാണ്, 3 times ആണ് ഫുഡ് ഉള്ളത്. 7 o'clock, ദെൻ 2 o'clock, പിന്നെ നൈറ്റ് 7 o'clock. അങ്ങനെയാണ് ഫുഡ് വരുന്നത്. ഫുഡൊക്കെ അഡ്ജസ്റ്റ് ആവാൻ അത്യാവശ്യം നല്ല പാടാണ്, കാരണം മെസ്സാണ്, വേറൊരു രാജ്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡിൽ നമുക്ക് ഏകദേശം ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഫുഡൊക്കെയാണ് കിട്ടുന്നത്. അപ്പം ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കഷ്ടമാണ്. പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അഡാപ്റ്റ് ആവണം. പിന്നെ രാജ്യം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, മീൻസ് കൺട്രി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അടിപൊളിയാണ്, നല്ല പ്ലേസാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ്, വെതർ, അതിപ്പോൾ -1 വരെ വന്നിട്ടുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം ഒരു വട്ടം സ്നോ പെയ്ത് കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് കണ്ടിട്ടില്ല. ഇപ്പം കറൻ്റ്ലി ഇവിടെ സമർക്കന്തിൽ ആക്ച്വലി വെതർ പെട്ടെന്ന് ഉസ്ബെക്കിസ്ഥാനിൽ വെതർ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ, ഒരു ആഫ്റ്റർനൂൺ ടൈമൊക്കെ കുറച്ച് സണ്ണി ആണെങ്കിൽ പെട്ടെന്നായിരിക്കും അത് റെയിനി ആവുന്നത്, പെട്ടെന്ന് ഭയങ്കര വിൻഡി, അങ്ങനെ ഭയങ്കര വെതറിന് ഭയങ്കര ചേഞ്ചസ് ഉണ്ട് ഇവിടെ. ഇപ്പം നല്ല തണുപ്പാണ്. ഇപ്പം ഒരു 6 degrees Celsius, 5 degrees Celsius രാത്രിയൊക്കെ ആകുമ്പോൾ അതിലും കുറയും. പിന്നെ ചില മോർണിംഗ്സ് 8 o'clock ക്ലാസ്, ഇന്ന് ഞങ്ങൾക്ക് 8 o'clock ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നല്ല തണുപ്പായിരുന്നു. നമുക്ക് മാസ്കും സ്വെറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ഡ്രീം ലൈഫിലോട്ട് ഞാൻ കടന്നു. ഇനിയൊരു 6 years MBBS ലൈഫായിരിക്കും. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാ ഫസ്റ്റ് അത് കഴിയട്ടെ, ഫസ്റ്റ് നമ്മൾ ഈ വർഷം കഴിയട്ടെ, ഈ ഫസ്റ്റ് ഇയർ കഴിയട്ടെ. അപ്പോൾ പിന്നെ MBBS എന്നൊരു കോഴ്സ് അങ്ങനെ ഇപ്പം എബ്രോഡ് വന്ന് പഠിക്കാനാണെങ്കിലും ഭയങ്കര ഈസിയാണ് കാര്യങ്ങളാണെന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ വിചാരിച്ച MBBSനെക്കാട്ടിയും കുറേ ഒരു 100x കൂടുതലുണ്ട് ആക്ച്വലി MBBS. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല MBBS കോഴ്സ്. പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സിലബസ് ഭയങ്കര വാസ്റ്റാണ്. സോ നിങ്ങളുടെ പാഷനാണ്, ഓക്കെ. അപ്പം ബാക്കിയുള്ളവർ പറയുന്ന കേട്ട് വന്ന് MBBS എടുക്കാണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് പാഷൻ ഉണ്ട്, അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു കോഴ്സാണ് ആക്ച്വലി MBBS. ഓക്കെ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ടൈം എടുത്ത് തീരുമാനിക്കുക. കാരണം കുറച്ച് മെസ്സേജസൊക്കെ എന്നെ വല്ലാണ്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് എക്സാം വരെയാണ്, നല്ല രീതിക്കിരുന്ന് പഠിച്ചോണം. നാട്ടിൽ ആക്ച്വലി നമ്മുടെ നാട് വിട്ട് പുറത്ത് വരുന്നത് നാട്ടിൽ പഠിക്കുന്നതിനെക്കാട്ടിയും സ്ട്രഗിളാണെന്ന് ആലോചിക്കണം. മാക്സിമം ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ MBBS മേടിക്കാൻ നോക്കുക, നാട്ടിൽ തന്നെ പഠിക്കാൻ നോക്കുക, ഓക്കെ. കാരണം എല്ലാത്തിനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ FMGസിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നാട്ടിൽ പഠിക്കുന്നതും ഡിസഡ്വാൻറ്റേജസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒട്ടും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പഠിക്കുന്നതിന് അഡ്വാൻറ്റേജ് ഉണ്ട്, നാട്ടിൽ പഠിക്കുന്നതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഹോം സിക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരും നമ്മുടെ നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നവരൊക്കെ നാട്ടിൽ തന്നെ മേടിക്കാൻ നോക്കുക. നല്ല സ്ട്രഗിളാണ്, ഏതൊരു പുതിയ കൺട്രിയിൽ പോയി അഡാപ്റ്റ് ആവാൻ അത്യാവശ്യം നല്ല സ്ട്രഗിളാണ്. അതിപ്പം MBBS കോഴ്സ് പഠിക്കുന്ന മാത്രമല്ല, ഇപ്പോൾ ജോലിക്കായിട്ട് പോകുന്നവരാണെങ്കിലും അല്ലാതാണെങ്കിലും ഒക്കെ ഫസ്റ്റ് ഒരു സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് നീറ്റ് എക്സാമിനൊക്കെ നല്ലോണം പ്രിപ്പയർ ചെയ്യുക, ഓക്കെ. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. എൻ്റെ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ എൻ്റെ ജൂനിയേഴ്സിനും ഓൾ ദി ബെസ്റ്റ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഓക്കെ. സോ ഇനിയും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വരാം. എന്ന് വരും എന്നൊന്നും എനിക്കറിയില്ല, ഇൻഷാ അല്ലാ എന്തായാലും വരും. സോ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക കേട്ടോ, സപ്പോർട്ടൊക്കെ ചെയ്യുക. താങ്ക് യു, ബൈ.